തിരിച്ചു വന്ന് ആരോഗ്യവാനായിട്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മോള് വരും ആസാം. അപ്പോൾ ഈ പിന്നെ അരുണുമായിട്ട് VS അയൽവാസിയാണെന്ന് പറയുന്നതിനകത്തൊരു സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ? അന്ന് സംസാരിച്ചു. ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് സംസാരിച്ചു അല്ലേ? കഴിഞ്ഞ കുറേ കാലമായി മകൻ അരുണിന്റെ വീട്ടിൽ സ്ഥിരതാമസമായ VS അച്യുതാനന്ദൻ പത്രവായന മുടക്കുമായിരുന്നില്ല. അത് വായനയായിരുന്നില്ല, ഈ കാലത്തൊക്കെ വായിച്ചു കേൾക്കലായിരുന്നു. ഈ പത്രം കേൾക്കലിൽ VS അറിയാതെ പോയ ഒന്നുണ്ട്. പ്രിയ സഖാവ് സീതാറാം യെച്ചൂരിയുടെ മരണം വിഷമം ഉണ്ടാക്കുന്നതൊന്നും പത്രത്തിൽ വായിച്ചു കേൾപ്പിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മരണം അറിയാതെയാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. പ്രിയ സഖാവായിരുന്നു. രണ്ടുപേരും തമ്മിൽ വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് എത്തുന്ന സമയത്തൊക്കെ യെച്ചൂരി ഓടിയെത്തുമായിരുന്നു VSനെ കാണാൻ. VS അധികം ഉഷാറാവുകയും ചെയ്തിരുന്നു ആ കൂടിക്കാഴ്ചയിൽ. പക്ഷെ അതറിയാതെയുള്ളൊരു മടക്കമാണ് ഇപ്പോൾ VSനും ഉണ്ടായിട്ടുള്ളത്. രാഹുൽ ജി നാഥ് തുടരുന്നുണ്ട്. രാഹുൽ പറയൂ. അങ്ങനെ തന്നെയാണ്. കാരണം ആ പത്രവായന അല്ലെങ്കിൽ ഈ വീടിൻ്റെ മുന്നിൽ വന്ന് VS ഇരിക്കുന്ന കാഴ്ച കണ്ട രണ്ടുപേർ അല്പസമയം മുൻപാണ് ഈ കാണുന്ന വീട്ടിൽ നിന്ന് ഒരമ്മയും അച്ഛനും ഇപ്പോൾ VSനെ അവസാനമായി നോക്കി കാണാൻ പോയി മടങ്ങുകയാണ്. എന്തായാലും അവർ പറയുന്നത് അവർക്കൊരു സ്വകാര്യ അഹങ്കാരമായിരുന്നു. കാരണം VSൻ്റെ അയൽക്കാരാണ് എന്ന് പറയുന്നു. കാരണം അവർ കേട്ട ചരിത്ര കഥകൾ, ആ കഥകളിലെ ചരിത്ര പുരുഷൻ തൊട്ട് അടുത്ത് തന്നെ താമസിക്കുന്നു എന്ന് പറയുന്നത് അവർക്ക് വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ അവർ VSനെ കണ്ട് മടങ്ങുകയാണ്. ഇങ്ങനെ ഈ പറയുന്നത് പോലെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ ചിലപ്പോൾ ഒരു പുഞ്ചിരി സമ്മാനിച്ച, ഒരു നോട്ടം സമ്മാനിച്ച മനുഷ്യരെല്ലാം ഈ സമയത്ത് ഇവിടേക്ക് VSനെ കാണാൻ എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ എന്തായാലും കാണുന്നത്. ഇവിടെ ആ കാലഘട്ടം തൊട്ട്, അതായത് ഒരു നൂറ്റാണ്ട് കാലമാണ്. ഒരു നൂറ്റാണ്ട് കാലത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. ഒരു നൂറ്റാണ്ട് കാലത്തിൻ്റെ അത്രമാത്രം ഊഷ്മളമായ അനുഭവ സമ്പത്തുണ്ട്. ആ അനുഭവങ്ങളിലെല്ലാം കൂട്ടായി നിന്ന, അനുഭവങ്ങളിലെല്ലാം പങ്കാളികളായിരുന്ന മനുഷ്യരൊക്കെയാണ് ഈ കാണുന്നത് പോലെ ഈ വീടിന് മുന്നിൽ തടിച്ചുകൂടി നിൽക്കുന്നവർ അനുഗമിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കാരണം ഒടുവിലത്തെ യാത്രയാണ്. അന്ന് VSൻ്റെ ഏറ്റവും കർമ്മമണ്ഡലത്തിൽ ഏറ്റവും ഊർജ്ജസ്വലനായിരുന്ന കാലത്ത്, പ്രത്യേകിച്ച് ഈ 90 വയസ്സ് ആയാൽ എങ്ങനെയാകുമെന്നൊരു ചോദ്യം ആ ഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 90 വയസ്സാകുന്ന പലരും ഉണ്ടാകും. പക്ഷേ 90-ാം വയസ്സിൽ നിങ്ങൾക്ക് VS ആകാൻ കഴിയില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു കാര്യങ്ങൾ പോയിരുന്നു. ജനങ്ങളെല്ലാം പറഞ്ഞത് 90 വയസ്സാകുന്ന പലരും ഉണ്ടാകും, വാർദ്ധക്യം ബാധിക്കും. പക്ഷേ ആ ഘട്ടത്തിൽ VS ആകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായിരുന്നു VS എന്ന് നമ്മളെല്ലാം ഈ രാവിലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ സൂചിപ്പിച്ചു വന്ന കാര്യം അത് തന്നെയാണ്. 90-ാം വയസ്സിൽ VS ആകുക പ്രയാസമാണ്. അതുകൊണ്ടാണ് അങ്ങനെ 90-ാം വയസ്സെന്ന് മാത്രമല്ല, അതിന് മുമ്പേ ചരിത്രത്തിൽ VS ആകുക പ്രയാസമായതുകൊണ്ടാണ് ആ പ്രയാസപ്പെടലിൽ ആ സ്വയം അർപ്പണബോധത്തിൽ നിന്നുകൊണ്ടാണ് ഈ മനുഷ്യരെ ചേർത്ത് പിടിക്കാൻ VSന് കഴിഞ്ഞത്. ആ മനുഷ്യരാണ് ഇന്ന് VSനായി കാത്തു നിൽക്കുന്നത്. അവർ 9 മണിക്ക് ദർബാർ ഹാളിലേക്ക് VSനെ അനുഗമിക്കും. തീർച്ചയായിട്ടും രാഹുൽ, പ്രായഭേദമന്യേ നിരവധി പേരാണ് VSനെ അന്ത്യോപചാരം അർപ്പിക്കാനായി ഒഴുകിയെത്തുന്നത്. 90 അല്ല 100 അല്ല 102 ആയാലും VSന് പകരം വയ്ക്കാൻ VS മാത്രമേ ഉള്ളൂ എന്ന തികഞ്ഞ ബോധ്യത്തിൽ VS ഉണ്ടായിരുന്നു. അത് മലയാളികൾക്കും ബോധ്യമുണ്ട്.